ഇന്നലെ അമ്മ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ പഴയ ടീ പാർട്ടി ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷെ ഇന്ന് അമ്മയ്ക്ക് പനിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് അത് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ടീ പാർട്ടീനെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ട് കല്യാണങ്ങളിൽ ഈ ടീ പാർട്ടിയാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോഴാണ് കുറേ റിസപ്ഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ വന്നിട്ടുള്ളത്. പോയിട്ട് വന്നപ്പോഴേക്ക് ഫുള്ള് നനഞ്ഞൂട്ടാ. പക്ഷെ നമുക്കതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് സാധനങ്ങളൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. സ്നാക്സും പാലും എല്ലാം ഞാൻ ഫുള്ളായിട്ട് മേടിക്കേണ്ടി വന്നു, കാരണം വീട്ടിലൊന്നുമില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അടുക്കളയിൽ കയറി ചായക്ക് ഫസ്റ്റ് വെള്ളം വെക്കാം. ഞാൻ പിന്നെ ഇത് ഏതൊരു പാത്രത്തിൽ ഇങ്ങനെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു തട്ടി കിട്ടിയിട്ട് ഇത് അമ്മ എനിക്ക് ഇന്നലെ എടുത്തു തന്നതാട്ടാ. അങ്ങനെ ഞാൻ ഇഞ്ചിയൊക്കെ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കിയത്. കാരണം അമ്മയ്ക്ക് ചെറിയ ത്രോട്ട് പെയിനൊക്കെ ഉണ്ടായിരുന്നു, ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സ്നാക്സ് സെറ്റാക്കണ്ടേ, അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചത്. സ്വീറ്റ് ആണെങ്കിലും ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് മേടിച്ചത്. അപ്പോൾ കുറച്ച് മിക്സർ, കുറച്ച് ചിപ്സ്, 2 ലഡു, 2 മൈസൂർ പാക്ക്, പിന്നെ ആ ബാദുഷ എന്ന് പറഞ്ഞൊരു സംഭവം അത് ഞാൻ ഒന്നേ എടുത്തുള്ളൂ. പിന്നെ അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റാക്കി. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ കാരണം അമ്മ ഞെട്ടിപ്പോണല്ലോ. അപ്പോൾ അങ്ങനെ നാരങ്ങ മിഠായും പിന്നെ എനിക്ക് എള്ള് മിഠായി കിട്ടി. ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മിഠായാണ്. അമ്മയ്ക്ക് അങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത് പനിയായതുകൊണ്ട് അമ്മ കിടക്കുക. അപ്പം അമ്മൻ്റെ ഫേസൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് റിയാക്ഷനൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ. പക്ഷെ അമ്മ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇത് സെറ്റാക്കി വെക്കുന്ന അമ്മ വിചാരിച്ചില്ല, ഞാൻ അവർക്ക് കൊടുക്കുന്നത് വിചാരിച്ചില്ല. കാരണം ഈ ടീ പാർട്ടി എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിട്ട് എനിക്ക് അറിവുള്ളൂ എന്തൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്ക് പണ്ട് കല്യാണങ്ങളിൽ ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴേ ഇവർക്ക് ഇത്ര സ്വീറ്റ്സും സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റുള്ളായിരുന്നു. എൻ്റെ അമ്മയുടെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അങ്ങനെ അമ്മ മൂവിയൊക്കെ കാണുമായിരുന്നു. ശരിക്കും നല്ല ഹാപ്പി. അങ്ങനെ ഞാനും അമ്മയും പപ്പയും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അതാണ് ഞാൻ ചിരിച്ച് കാണിക്കുന്നത്. പക്ഷേ അവർ നല്ലോണം ഹാപ്പിയായി. അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനതങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.